എല്ലാവർക്കും TGS വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടൈംബക്സ് നമുക്കറിയാം. ഇപ്പം 1-2 ദിവസമായിട്ട് ടൈംബക്സ് ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. അപ്പോൾ ടൈംബക്സിന്റെ അവരുടെ ഒഫീഷ്യൽ ഇതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ് റീസൺ എന്നുള്ള കാര്യം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ കുറേ പേര് ഈ മെസ്സേജ് അയച്ചായിരുന്നു ടൈംബക്സ് നിർത്തിപ്പോയോ, അല്ലെങ്കിൽ ടൈംബക്സ് എന്തുകൊണ്ടാണ് കിട്ടാത്തത്, അവർക്ക് മാത്രമാണ് കിട്ടാത്തത്, ഇതെല്ലാവർക്കും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇന്ന് പറയുന്നതായിരിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള കാര്യം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അതിനോടൊപ്പം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ ടൈംബക്സ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് ടൈംബക്സിൻ്റെ അവിടെ അവർ കാണിക്കുന്നത് മെയിൻ്റെനൻസ് ആണെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ വരുന്ന ടൈംബക്സ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള റീസൺ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടൈംബക്സിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ അറിയാം, കുറച്ച് ദിവസമായിട്ട് ടൈംബക്സിൽ ഇടയ്ക്ക് സെർവർ ഡൗൺ ആകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്നതുകൊണ്ട്, ഒരുപാട് തവണ ഇങ്ങനെ വരുന്നതുകൊണ്ട് അവർ തന്നെ അവരുടെ സെർവർ വേറെയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അത് പ്രോസസ്സിങ്ങിന് വേണ്ടി കുറച്ച് ടൈം എടുക്കും. അതായത് എല്ലാവരുടെയും ഡേറ്റ എല്ലാം സേവ് ചെയ്തിരിക്കുന്ന ഡേറ്റ എല്ലാം അതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ടൈം വേസ്റ്റ് ആകുന്നത്, അതായത് ടൈം ഇത്ര ലേറ്റ് ആകുന്നത് എന്നുള്ള കാര്യം അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ടതായില്ല. ടൈംബക്സ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഫേമസ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. ഒരുപാട് മെമ്പേഴ്സ്, പല രാജ്യത്തുള്ള ഒരുപാട് മെമ്പേഴ്സ് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് സർവേ പ്രൊവൈഡേഴ്സും ഒരുപാട് ഓഫർ പ്രൊവൈഡേഴ്സൊക്കെ ഉള്ള ഒരു സൈറ്റാണ്. അപ്പോൾ അവർക്ക് നല്ല ലാഭം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടൈംബക്സ്. നല്ല ലാഭം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരിക്കലും അവർ നിർത്തത്തില്ല. അഥവാ അവർ നിർത്തി പോവുകയാണെങ്കിലും ഇങ്ങനെ അവർക്ക് കാണിക്കേണ്ട, ഷോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ട്വിറ്റർ അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്യാന്നുള്ളൂ. പക്ഷേ അവർ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഇതുപോലെ ഇന്ന ഡിലേ ഉണ്ട്, വേറെ ഒന്നും കണ്ടല്ല. കാരണം അവർ സെർവർ പ്രോബ്ലം കാരണം അവർ വേറെ ഇതിലേക്ക് സെർവർ മാറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഡിലേ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് 1-2 ദിവസം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ വെയിറ്റ് ചെയ്താലും നമുക്ക് അത് ടൈംബക്സ് പണ്ടത്തെ പോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ പേയ്മെൻറ്റ് കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്, കുറച്ച് പേർക്ക് കിട്ടിയിട്ടില്ല. അതായത് ATMയിലേക്ക് ഉള്ളവർക്കൊക്കെ ഒന്നും അന്ന് കിട്ടിയിട്ടില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരുന്നതായിരിക്കും. അവിടെ മെയിൻ്റനൻസ് മാറിക്കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തീർച്ചയായും അത് വരുന്നതായിരിക്കും. അവരുടെ മെമ്പേഴ്സ് അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാവരുടെയും അക്കൗണ്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ ഇത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. 1-2 ദിവസം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് നോർമലായിട്ട് നമുക്ക് പണ്ടത്തെ പോലെ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ്. ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും.